സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർക്കെതിരെ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ഗുരുതര വീഴ്ച വരുത്തിയ പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ കളക്ടർ നടപടിയെടുത്തില്ലെന്ന് ആരോപണം. കൊയിലാണ്ടിയിലും സമാന സംഭവമുണ്ടായി. കളക്ടറുടെ നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി. അത്രയ്ക്ക് സെൻസിറ്റീവായ ഒരു കാര്യത്തിൽ നടപടിയില്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ജനാധിപത്യ നീതിയുമായ കേരളത്തിൽ ജീവിക്കുക? പൊതുജന മധ്യത്തിലുള്ള സംശയം ദൂരീകരിക്കണം. ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം. ഇപ്പം 72 മണിക്കൂർ കഴിഞ്ഞു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, കളക്ടറെടുത്ത് നിന്ന് ഓരോ സമയത്ത് ഓരോ നിലപാട് വരുന്നു. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷയെക്കുറിച്ച് ഒരു മുന്നണിക്ക് കോടതിയിൽ പോകേണ്ട അവസ്ഥ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. കളക്ടറുടെ നടപടിയിൽ ദുരൂഹത ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാരണം, ഇതൊന്നും തൻ്റെ അറിവോടുകൂടിയല്ല, നടപടി തെറ്റാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞ കലക്ടർ എന്തുകൊണ്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ ഓഫീസർ കലക്ടർക്ക് ഒരു മാറ്റി നിർത്താം? ആ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി കുഞ്ഞുമോൻ, സ്ട്രോങ് റൂം തുറക്കലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാട് ആരോപണം കടുപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ പേരാമ്പ്രയിലെ മെറ്റീരിയൽ റൂമാണ് തുറന്ന് പരിശോധിച്ചത്. അതിൽ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് കോൺഗ്രസ് പരാതി നൽകിയത്. എന്നാൽ ജില്ലാ കളക്ടർ ഈ പരാതിയിൽ മേൽ നടപടിയെടുത്തില്ല എന്നാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. ഈ വീഴ്ച, അതായത് പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസറുടെ വീഴ്ച കളക്ടർ തന്നെ സമ്മതിച്ചതാണ്. കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിൽ പോലും ആ വീഴ്ച ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടിയെടുക്കാത്തത് എന്നാണ് പ്രധാനമായും കോൺഗ്രസ് ചോദിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഇന്ന് പരാതി നൽകുകയും ഒപ്പം തന്നെ ഹൈക്കോടതിയെ, അതിൽ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകുവാനും പ്രധാനമായും ഈ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പേരാമ്പ്രയിലെ പോലെ തന്നെ സമാനമായി കൊയിലാണ്ടിയിലും സ്ട്രോങ് റൂമിന് സമീപത്തുള്ള മെറ്റീരിയൽ റൂം തുറക്കുവാനുള്ള ഒരു നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് അത്തരത്തിലുള്ള നടപടികൾ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നും നിർത്തിവെച്ചിരുന്നത്. വലിയ പ്രതിഷേധത്തെ തുടർന്നാണ്. അതേപോലെ തന്നെയാണ് പേരാമ്പ്രയിൽ തുറന്ന് പരിശോധിക്കുകയും അവിടെ ലാപ്ടോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ ഡേറ്റ ശേഖരങ്ങൾ നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, പ്രാഥമികമായി ഈ പോളിംഗ് ഏജന്റുമാരെ അറിയിക്കുന്നതിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ചെറിയ വീഴ്ച സംഭവിച്ചു, അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള വീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം. ദിലീപ് കുമാർ, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.